സ്വർണ്ണവട്ടി എടുക്ക. ആ താറാവ് അപ്പായോട് പറഞ്ഞു കൊടുത്തത് താറാവിന്റെ കഥ. സ്വർണ്ണവട്ടി ഇടുന്ന താറാവ് പണ്ടൊരു രാജ്യത്ത് ആരാ ഉണ്ടായിരുന്നേ? രാമയ്യ എന്ന് പറയുന്നത്. രാമയ്യ വേണ്ട, മലയാളി മതി. ഓക്കെ. സനൂജ് എന്ന് പറയുന്നത് കർഷകനുണ്ടായിരുന്നു. സനൂജ് എന്ന് പറയുന്നൊരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് ഒരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഇനി രണ്ടെണ്ണം ഉണ്ടാവും പറ. ഇനിയിപ്പോ രണ്ടെണ്ണം കൂടെ ഉണ്ടാകും. പറയട്ടെ. രാമയ്യയുടെ താറാവിന് എന്ത് പറ്റി? രാമയ്യല്ല, സനൂജ്. സനൂജിന്റെ താറാവിന് എന്ത് പറ്റി? പെട്ടെന്ന് പേരൊക്കെ മാറ്റാൻ പറഞ്ഞ കൊച്ച് ഓൾറെഡി മുട്ട എന്ന് പറ പോലെ. സ്വർണ്ണ മുട്ട. അവിടെ ആയിരിക്കുന്നത്. അവിടെ മുട്ടയുണ്ട്. യു ഡിഡ് വെരി ഗുഡ് വർക്ക് കേട്ടോ. താറാവിന്റെ മുട്ട. താറാവിന്റെ വയറ് കീറിയപ്പോ കർഷകൻ എങ്ങനെയാ കരഞ്ഞ് കാലൊക്കെ അടിച്ചു. അയ്യോ എന്റെ താറാവിനെ കൊന്നല്ലോ. നേന എന്റെ താറാവിനെ കൊന്നല്ലോ, ഞാൻ എന്റെ താറാവിനെ കൊന്നല്ലോ. ആ ശരിയാ. ആ താറാവിന്റെ വയറ് കീറി കഴിഞ്ഞാൽ ഒരുപാട് സ്വർണ്ണമുട്ട കിട്ടുമെന്ന് വിചാരിച്ചാ പുള്ളി അത് കീറിയില്ലയോ? അല്ലേ? പറഞ്ഞു കൊടുക്ക അപ്പായിക്ക്. അയ്യോ തല തല്ലി തത്തുപോയോ, എന്റെ താറാവ് തത്തുപോയേ എന്ന് പറഞ്ഞു. മതിയുടെ തല തല്ലിയത്. താറാവ് തത്തുപോയി. അപ്പൊ എന്നാ നമ്മള് മനസ്സിലാക്കണ്ടേ? അത്യാഗ്രഹം ആപത്താണ്. കൊള്ളത്തില്ല. ആഗ്രഹിക്കണം, അത്യാഗ്രഹം പാടില്ല. മനസ്സിലായോ? മനസ്സിലായോ സ്റ്റീവ്?